Hey fellas, welcome back to Solar X3. मैं चैनल नेम भूल गया, sorry. So after a long time, why am I back? So I saw Drishyam 2. Yes, finally. और ഞാൻ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അപ്പോഴേക്കും എന്താ വെച്ചാൽ വീട്ടിലെത്തിയപ്പോഴേക്കും ആൾക്കാർ ഇനിയൊരു പ്രാവശ്യം ബുക്ക് ചെയ്തു. സോ ഇപ്പോൾ തിരിച്ച് ഞാൻ പോവും ദൃശ്യം കാണാൻ. സിനിമ കണ്ടു. ജീത്തു ജോസഫ് സംവിധായകൻ, മോഹൻലാൽ അഭിനയിച്ചു, മീന മാം ഒക്കെ അഭിനയിച്ച, സിദ്ദീഖ്, ആൻ്റണി പെരുമ്പാവൂർ, അങ്ങനെ കുറേ ആൾക്കാരുള്ള ഒരു പടം. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, വാട്ട് എ മൂവി. എനിക്കത് ലൈക്ക് ഒരു ദൃശ്യം 1 and 2 വെച്ച് നോക്കുമ്പോൾ പടം കുറച്ച് സ്ലൈറ്റ്ലി ഡൗൺ ആണ് ലെവലിൽ. ബട്ട് സ്റ്റിൽ പടം ഇപ്പം ഇറങ്ങുന്ന എത്രയോ പടങ്ങളിലൂടെ മികച്ചതാണ്. അത് അതിൻ്റെ ത്രില്ലർ എലിമെൻ്റ് ആവട്ടെ, പടം ഓവറോൾ ഒരു ഗുഡ് വാച്ചാണ്. ലൈക്ക് യു വിൽ നെവർ ഗെറ്റ് ബോർഡ് സീയിങ് ദിസ് മൂവി. പടത്തിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് ആസ്പെക്ട്സ് പറയുകയാണെന്ന് വെച്ചാൽ, ഗുഡ് ആസ്പെക്റ്റിൽ ഇതിൻ്റെ ഡയറക്ഷൻ ജീത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്തതാണ്. ഫസ്റ്റും സെക്കൻഡ് പടത്തിൻ്റെ മാതിരി തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ മോസ്റ്റ്ലി സെയിമാണ്. ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഫാസ്റ്റ് പേസ്ഡ് ആവുന്നു, ഒരു ഘട്ടം വരയ്ക്കും പീസ്ഫുള്ളായിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ നൈസ് എലിമെൻറ്റ്സ് ഉള്ള പടം. പിന്നെ ഇതിൻ്റെ ഗുഡ് എലിമെൻറ്റ്സ് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രില്ലർ പോർഷൻ, ലൈക്ക് ദൃശ്യം 1 and 2 മാതിരി തന്നെ ഒരു അത്ര ട്വിസ്റ്റ് ഇല്ലെങ്കിലും ഇതിൽ ഒരു ഗുഡ് ലെവൽസ് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ആൻഡ് എസ്പെഷ്യലി ദ ഫൈനൽ 15 minutes ടോപ്പ് നോച്ച് ആയിരുന്നു. സോ ഒരു ത്രില്ലർ പടമായിട്ട് ഇത് നല്ലൊരു രസമുള്ള പടമാണ്. ഒരു ഡയറക്ഷൻ വ്യൂ പോയിന്റിൽ ഒരു നല്ല രസമുള്ള പടമാണ്. സിനിമാറ്റോഗ്രാഫി നല്ല രസമായിരുന്നു. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മളുടെ മൂവി കാണുമ്പോൾ നല്ല എൻഗേജിങ് ആയിട്ട് വെക്കുന്നുണ്ട്. പടം 2 hours 45 minutes ഉള്ളൊരു ഡ്യൂറേഷനിലാണ്. ലൈക്ക് ഞങ്ങൾ 1:30 പോയതാണ്. 2 hours 37 minutes ആണ് ഇതിൻ്റെ റൺ ടൈം. പടത്തിൻ്റെ കാസ്റ്റ് പറയുമ്പോൾ മോഹൻലാൽ, ആശ ശരത്, മീന, വീണ നന്ദകുമാർ, എസ്തർ അനിൽ, അനിസ്ബ, സിദ്ദീഖ്, അങ്ങനെ ഒരു കുറച്ച് നല്ല ഒരു ക്രൂ വെച്ചുള്ള ഒരു പടമാണ്. ഡയറക്ടറും റൈറ്ററും ജീത്തു ജോസഫ് തന്നെയാണ്. പടത്തിന് IMDbയിലും നല്ല റേറ്റിംഗ് ഉണ്ട്. ബിക്കോസ് ഇതിൻ്റെ പേസിങ് രണ്ട് പടത്തിൻ്റെ മാതിരിയും നല്ല ഫാസ്റ്റ് പേസ്ഡാണ്. പടത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് പോയിൻ്റ് എന്താ വെച്ചാൽ, ഇത് ഒരു ഡയലോഗ് ഹെവി പടമാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ളി കുറേ ഇൻഫർമേഷനും കുറേ ഡയലോഗ്സും ഇൻവോൾവ് ആവണ ഫസ്റ്റ് ഹാഫിലാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ലെറ്റ് ഡൗൺ പറയുകയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ ആയിരിക്കും. ക്യോക്കി ഒരു ഫസ്റ്റ് ഹാഫ് വേഗം തീരും. ബട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു എൻഗേജിങ് ഫാക്ടറായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഡയലോഗ്സ്, കുറേ ഡയലോഗ് പറഞ്ഞിട്ട് അവർ കഥ ബിൽഡപ്പ് ചെയ്യണം. ഗുഡ് പോയിന്റിൽ ആക്ടിങ്, ഇതിൻ്റെ എല്ലാവരും നല്ല ആക്ടിങ്. ഇവൻ മോഹൻലാൽ സർ ഡിസേർവ്സ് എ ഹാറ്റ്സ് ഓഫ് ഇൻ ദിസ് മൂവി. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിലുണ്ടാവും, പോയി കാണണം. ഒരു 10 stars ഐ വിൽ ഓഫ് കോഴ്സ് ഗിവ് ഇറ്റ് 9. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. താങ്ക് യു. അതുപോലെ ദൃശ്യം മാത്രമല്ല, ഞാൻ അതിരടിയും കൂടിയും കണ്ടു. ബേസിക്കലി ബേസിൽ ജോസഫ് ആൻഡ്
ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, അങ്ങനെ ഒട്ടുമൊക്കെ ഒരു ബിഗ് സ്റ്റാർ കാസ്റ്റുള്ളൊരു പടം. ഇത് ഡയറക്റ്റ് ചെയ്തത് മിസ്റ്റർ അരുൺ അനിരുദ്ധൻ. പ്രൊഡ്യൂസേഴ്സ് നമ്മളുടെ ബേസിൽ ജോസഫ്, ഡോക്ടർ അനന്തു, കോ പ്രൊഡ്യൂസറായിട്ട് ടൊവിനോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ഇതൊരു ഒരു ക്യാമ്പസ് എൻ്റർടൈനർ മാതിരത്തെ ഒരു പടം, ഒരു നല്ല സൗണ്ട് ട്രാക്കൊക്കെ ഉള്ളൊരു പടം, കുറച്ച് ഫൺ എലിമെൻറ്റ്സ് ഉള്ളത്. പടത്തിൻ്റെ ഗുഡും ബാഡും പറയുകയാണെന്ന് വെച്ചാൽ ഗുഡ് ആസ്പെക്ട്സിൽ പെർഫോമൻസസ് ആണ്. ബേസിൽ, ടൊവിനോ ആൻഡ് വിനീത് 3 പേരും അമേസിങ് പെർഫോമൻസസ്. ഒരു കോമഡി മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് ചിരിക്കാം, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലെറ്റ് ഡൗൺ ആവും. സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് ട്രാക്കൊക്കെ അമേസിങ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി എസ്പെഷ്യലി ദ ലാസ്റ്റ് പോർഷൻസ് വാസ് വണ്ടർഫുൾ. പക്ഷേ ഇതിൽ ഒരു ലെറ്റ് ഡൗൺ പറഞ്ഞാൽ ഇത് വെറും ഒരു ഇങ്ങനെ ക്യാമ്പസ് എൻ്റർടൈനർ മാതിരി ഒരു പടമായിരുന്നു വെച്ചാൽ മേ ബി ഇറ്റ് വുഡ് ഹാവ് ഡൺ ബെറ്റർ. ബട്ട് ഇതിൽ കുറേ ചെറിയ ചെറിയ ഇമോഷൻസ് ഉണ്ട്, ലൈക്ക് ഫാമിലി ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ട്, വിച്ച് ഐ ലൈക്ക് വെരി മച്ച്. ബട്ട് സ്റ്റിൽ ഒരു കുറച്ച് നമുക്ക് ഡിസ്കണക്ട് ഫീൽ ആവും പടത്തിൽ. പടം ഫാസ്റ്റ് പേസ്ഡ് ആണ്, നല്ലതായിട്ട് ചിരിക്കാം, കോമഡിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ കാസ്റ്റ് പറയാന്ന് വെച്ചാൽ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, ദർശന, അങ്ങനത്തെ ഒരു നല്ല സ്റ്റാർ കാസ്റ്റുള്ള പടം. ഒരു ക്യാമിയോ ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി വെൽ എക്സിക്യൂട്ടഡ്. സോ ഇത് ഒരു റേറ്റിംഗ് ചോദിക്കാന്ന് വെച്ചാൽ 10-ൽ ഞാനൊരു 7 കൊടുക്കും. ഇറ്റ് വാസ് ഫൺ, ഒരു ഫൺ വാച്ചാണ്. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോവുകയാണെന്ന് വെച്ചാൽ അമേസിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക്. സോ യാ, ദാറ്റ്സ് അതിരടി.